ഇവിടുത്തെ ഗൗരവ സ്വഭാവമുള്ള കാര്യമെന്ന് പറയുന്നത് പാർട്ടിക്ക് അറിയാവുന്ന ഒരു പരാതിയാണ്. സ്വാഭാവികമായും ഇത്ര വളരെ സീരിയസ് ആയ വളരെ ഗൗരവമായ ഒരു പരാതി ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ലഭിക്കുമ്പോൾ തീർച്ചയായും അത് പോലീസിന് കൈമാറുക എന്ന ഒരു ബാധ്യത ആ പാർട്ടിക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം ക്രൂരമായ പീഡനമാണ് ആ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്നാണ് അവർ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായി തന്നെ അവർ ആ പരാതിയിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ടും ആ പാർട്ടിക്ക് അത്തരത്തിൽ പരാതി മറച്ചു വെച്ചു എന്ന് വേണം ഒരു ഘട്ടത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ. ഈ വിഷയത്തിൻ്റെ ഗൗരവ സ്വഭാവം വർദ്ധിച്ചപ്പോൾ ആദ്യ പരാതിയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുമ്പോൾ പ്രതിയേർക്കപ്പെടുമ്പോൾ ഒളിവിൽ പോകുമ്പോൾ മാത്രമാണ് വീണ്ടും ഇത് പൊന്തി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഇത് ഈ ആദ്യ പരാതിയിലെ ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെ ഈ പരാതിയിലും ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ? പെൺകുട്ടിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ ഔദ്യോഗികമായ ഒരു പരാതി ഇല്ല എന്നുള്ളത് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ഒരു പ്രശ്നമാണ് അല്ലേ? അറിഞ്ഞത് ഔദ്യോഗിക പരാതി ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ക്രൈംബ്രാഞ്ച് ഇതിനകം തന്നെ ഈ പെൺകുട്ടിയെ കാണുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. കൃത്യമായി നടന്ന കാര്യങ്ങൾ ആ പെൺകുട്ടി വിശദീകരിച്ചിട്ടുണ്ട്. നേരത്തെ രാഹുൽ മാങ്കൂട്ടവുമായി പരിചയമുണ്ടായിരുന്നു. 2003 വീണ്ടും ടെലഗ്രാം വഴി ഈ ബന്ധം പുനഃസ്ഥാപിക്കുന്നു. അതുമുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകുകയാണ്. ആദ്യം തൻ്റെ വീട്ടുകാർ എതിർത്തു. പിന്നീട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ വീട്ടുകാർക്ക് കൂടി ഒരു അംഗീകാരം തോന്നിയ സമയത്താണ് അവർ അത് സമ്മതിക്കുന്നത്. ഫെനി നയനാനുമായി രാഹുൽ മാങ്കൂട്ടം എത്തുകയും തന്നെ ഒരു ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പ്രൈവസി എന്ന നിലയ്ക്കാണ് അവിടേക്ക് കൊണ്ടുപോകുന്നത്. അവിടെയും അതിനു മുൻപുമൊക്കെ തുടർച്ചയായി വിവാഹ വാഗ്ദാനം തന്നെയാണ് നൽകുന്നത്. പക്ഷേ അവിടെ എത്തിച്ച് തന്നെ ഫോഴ്സ്ഫുള്ളി, അതായത് ബലം പ്രയോഗിച്ച് ലൈംഗിക ബന്ധത്തിന് വിധേയമാക്കി എന്ന കാര്യമാണ് ഈ പെൺകുട്ടി പറയുന്നത്. മാത്രമല്ല ആ സമയത്ത് ശരീരത്തിൽ ഉൾപ്പെടെ മുറിവുകൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തനിക്ക് അത് വലിയ വേദന ഉണ്ടാക്കി, ശാരീരികവും മാനസികവുമായ വേദന ഉണ്ടാക്കി. പിന്നീട് വിവാഹ ബന്ധത്തിൽ നിന്ന് തന്ത്രപരമായി പിന്മാറുകയായിരുന്നു. ഇപ്പോൾ ഈ പരാതി നൽകുന്നതിൽ പോലും പെൺകുട്ടി ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നത് തനിക്ക് മുൻപ് വളരെ ധൈര്യത്തോടുകൂടി മറ്റൊരാൾ ഈ പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ടാണ്, ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR ആണ്. ആ പെൺകുട്ടിയെക്കുറിച്ചാണ് ഇപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടി പറയുന്നത്. പക്ഷേ ആ പെൺകുട്ടിക്കുണ്ടായ ഗതി താൻ കാണുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഭയപ്പാടുണ്ട്. തൻ്റെ ഐഡൻറ്റിറ്റി ഏതെങ്കിലും തരത്തിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ താനും തൻ്റെ കുടുംബവും നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളെക്കുറിച്ചുള്ള ആശങ്ക കൂടി ഈ കത്തിൽ ആ പെൺകുട്ടി പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഒരു പക്ഷേ ക്രൈംബ്രാഞ്ച് ഇതിൽ FIR ഇടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അല്ലെങ്കിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം ആ നടപടിയിലേക്ക് നീങ്ങും. കാരണം പെൺകുട്ടിയിൽ നിന്നുള്ള മൊഴി ഇതിനകം ശേഖരിച്ചിട്ടുണ്ട്. ആ കുടുംബത്തിനും പെൺകുട്ടിക്കും കൃത്യമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയാൽ രണ്ടാമതൊരു FIR കൂടി വളരെ താമസിയാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ നാളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അങ്ങനെ പരിഗണിക്കുമ്പോൾ ഇതുവരെ നടത്തിയ ഈ ഗർഭചിത്രം, അല്ലെങ്കിൽ ഫോണിലൂടെയുള്ള ഭീഷണി, തെറിവിളി, കൊല്ലുമെന്നുള്ള ഭീഷണി, പെൺകുട്ടി 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം, ഇതെല്ലാം നിലനിൽക്കുന്നതിന് പുറമെ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന കത്ത് വീണ്ടും ഒരു പെൺകുട്ടി സമാനമായ രീതികൾ പറയുന്നു. ഒരു ക്രിമിനലിൻ്റെ കൈവശമുള്ള ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി എന്ന് പറയുന്നത് പോലെ എല്ലാവരെയും സമീപിക്കുന്നത് ഒരേ രീതിയിലാണ്. വിവാഹ വാഗ്ദാനം നൽകുന്നു, കുഞ്ഞ് വേണമെന്ന് പറയുന്നു, തങ്ങൾക്ക് സുന്ദരമായ കുടുംബജീവിതം വേണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ പെൺകുട്ടികളെ ഇതിന് വശംവദരാക്കുന്നു, അല്ലെങ്കിൽ അവർ ഇയാൾക്ക് കീഴ്പ്പെടുന്നു. ഇയാളുടെ ഇംഗിതത്തിന് വഴങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് തന്ത്രപരമായി അവരെ ഒഴിവാക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന എല്ലാ പരാതികളിലും പറയുന്ന രീതി. ലൈംഗിക ബന്ധം കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് തൻ്റെ രാഷ്ട്രീയ ഭാവിയെ ഇത് ഗുരുതരമായി ബാധിക്കും. ഭാര്യ, കുട്ടി ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തുടർന്നുള്ള രാഷ്ട്രീയ ജീവിതവുമായി മുന്നോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒഴിവാവണം എന്ന തരത്തിൽ അവർക്ക് മേൽ പലതരത്തിലുള്ള സമ്മർദ്ദം കൊണ്ടുവന്ന് അവരെ ഒരു പ്രത്യേക അവസ്ഥയിലാക്കും. ഈ പെൺകുട്ടിയും പറയുന്നത് അങ്ങനെ തന്നെയാണ്. താൻ മാനസികമായ ഒരു ട്രോമ അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. ആദ്യത്തെ പെൺകുട്ടിയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആ പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പ് പിന്നീട് പുറത്തു വന്നതാണ്. രണ്ടാമത്തെ ഓഡിയോ ക്ലിപ്പിൽ ആ പെൺകുട്ടി വളരെ കൃത്യമായി പറയുന്നുണ്ട്, മരിച്ചാൽ മതിയായിരുന്നു എന്ന കാര്യം ആ പെൺകുട്ടി ഏറ്റവും ഒടുവിലായി വന്ന ഓഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ ഈ രണ്ടാമത്തെ പരാതിക്കാരിയും, അതായത് രേഖാമൂലമുള്ള അല്ലെങ്കിൽ AICCക്കും KPCC പ്രസിഡന്റിനും പരാതി കൊടുത്തിട്ടുള്ള പെൺകുട്ടി ഇപ്പോൾ ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നതും അങ്ങനെ തന്നെയാണ്. താൻ വല്ലാത്ത ട്രോമ അവസ്ഥയിലൂടെ പോയി ലൈംഗിക ചൂഷണത്തിന് വിധേയമായി എന്ന് തന്നെയാണ്. അതായത് ഈ പെൺകുട്ടിയും പറയുന്നത് തന്നെ പീഡിപ്പിച്ചു എന്ന കാര്യമാണ്. ഇപ്പോൾ ഓരോരുത്തരായി പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് കോൺഗ്രസിൻ്റെ നിലപാട് എന്ത് എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. തുടക്കം മുതൽ
വി ഡി സതീശൻ ഒരു നിലപാടെടുക്കുന്നു, ചെന്നിത്തല ഒരു നിലപാടെടുക്കുന്നു, കെ മുരളീധരൻ. ഈ 3 നേതാക്കളാണ് കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരിധിവരെയെങ്കിലും ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണം ഇങ്ങനെയുള്ള പെയ്ഡ് ഹാൻഡിലുകളിലൂടെ ഉണ്ടാകുമ്പോൾ അവർ പോലും ഇടയ്ക്കൊന്ന് പിന്നാക്കം പോകുന്ന സ്ഥിതി ഉണ്ടായി. ഒരു തവണ മാത്രമല്ലേ ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ കഴിയൂ എന്ന ചോദ്യമാണ് ഇന്നും പത്തനംതിട്ടയിൽ വി ഡി സതീശൻ ചോദിച്ചത്. പക്ഷേ ഇവർ അങ്ങനെ പറയുമ്പോൾ തന്നെ മറ്റ് പല നേതാക്കളും രാഹുലിനെ അനുകൂലിച്ച് നേരത്തെ പരാതി കൊടുത്ത പെൺകുട്ടിയെ വലിയ തോതിൽ അധിക്ഷേപിച്ച് രംഗത്ത് വന്ന പലരും, അതിൽ ചില ആളുകളൊക്കെ ഇപ്പോൾ ജയിലിലാണ്. ഈ പലരും ഇനിയും ഒന്ന് മുഖം താഴ്ത്തി നടക്കേണ്ടി വരും. ഇയാളൊരു സൈക്കോ ക്രിമിനലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിനോദ് ഇത്രയധികം ക്രൂരമായി പെൺകുട്ടികളോട് പെരുമാറുന്നു, അവരെ മാനസികമായും ശാരീരികമായും തകർക്കുന്നു, അതിനുശേഷം അവരെ കൈയൊഴിയുന്നു, ഇയാളുടെ സ്വാധീനവും രാഷ്ട്രീയ ബലവുമൊക്കെ ഉപയോഗിച്ച് ഈ പെൺകുട്ടികളോട് പെരുമാറുന്നു, അവരെ പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഇത് ഇയാളുടെ ഒരു സ്ഥിരം പരിപാടിയാണെന്ന് കാര്യങ്ങൾ ഓരോ ദിവസവും കൂടുതലായി പുറത്തു വരുമ്പോൾ ഇയാളെ അനുകൂലിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വിരാജിച്ചവർ ഇനി തലയിൽ മുന്നിട്ട് നടക്കേണ്ടി വരും. തീർച്ചയായും രഞ്ജിത്ത്, നമ്മൾ ഇതിൽ കാണേണ്ടത് ആദ്യത്തെ ഈ കേസ് വരുന്ന സമയത്ത് ശബ്ദരേഖ തന്നെ പുറത്തു വന്ന് ഇതിനൊരു ഔദ്യോഗികമായ പരാതി, ആദ്യത്തെ കേസിൽ തന്നെ പരാതി വരുന്നതിന് മുൻപ് ബിന്ദു കൃഷ്ണ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വനിതാ നേതാക്കൾ, കെ കെ രമ തുടങ്ങി UDF-ഉമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വന്നപ്പോൾ, ഉമാ തോമസ് ഒക്കെ രംഗത്ത് വന്നപ്പോൾ ഇവർക്കെതിരെ നടന്ന സൈബർ ആക്രമണമുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെയോ BJP-യുടെ ഭാഗത്തു നിന്നല്ല ഉണ്ടായതെന്നാണ് ഏറ്റവും കൗതുകരമായ കാര്യം. മറിച്ച് UDF-ന് തന്നെ നേതൃത്വം നൽകുന്ന ചില ഹാൻഡിലുകൾ, പുറത്തു നിന്നുള്ള വിദേശത്തു നിന്നുള്ള ചില ഹാൻഡിലുകൾ, ഇതെല്ലാം തന്നെ പെയ്ഡ് ഹാൻഡിലുകളാണെന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. വി ഡി സതീശനെ തന്നെ ഏറ്റവും ഒടുവിൽ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അവിടെയാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ നിലപാട് വളരെ നിർണായകമാകുന്നത്. അതാണ് പാർട്ടി നേതൃത്വം ഈ പരാതി ലഭിച്ചത് ഒരുപക്ഷെ ഇന്ന് ഉച്ചയോടെയാണ് എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. KPCC നേതൃത്വത്തിന് ഈ പരാതി ലഭിച്ചത് ഇന്ന് ഉച്ചയോടെയാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എങ്കിൽ അതിൻ്റെ വ്യക്തത വരുത്തേണ്ടത് KPCC നേതൃത്വവും പ്രധാനപ്പെട്ട നേതാക്കളും മറ്റുമാണ്. ഈ പരാതി അങ്ങനെ ഉണ്ടെങ്കിൽ അത് പോലീസിന് കൈമാറേണ്ടതുണ്ട്. അതിന് പാർട്ടി തയ്യാറാകുമോ എന്ന കാര്യമാണ് ഇനി നമുക്ക് കാത്തിരുന്നു കാണേണ്ടത്. KPCC നേതൃത്വത്തിന് മാത്രമല്ല, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഈ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. 2023 ഡിസംബറിൽ നടന്ന ഒരു സംഭവമാണ്. അതിനുശേഷം ഇയാൾ ഇത്തരക്കാരനാണ് എന്ന് ഒരു പക്ഷേ ഈ പെൺകുട്ടിയും കുടുംബവും ഒക്കെ തിരിച്ചറിയുന്നത് അടുത്ത സമയത്തായിരിക്കാം. അനവധി പരാതികൾ വന്നതിന് ശേഷമായിരിക്കാം. അതിനുശേഷമാണ് ഇപ്പോൾ അവർ KPCC നേതൃത്വത്തിനെങ്കിലും പരാതി കൊടുക്കാൻ തയ്യാറായത്. ഈ പരാതിയെ തുടർന്ന് ഈ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി ബന്ധമുള്ള കുടുംബവും മറ്റോ ആണോ? പോലീസിനെ നേരിട്ട് സമീപിക്കാതെ ഈ പാർട്ടിയെ സമീപിക്കാനുള്ള സാഹചര്യം എങ്ങനെ ഒരുങ്ങി വിനോദ്? രഞ്ജിത്ത്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മളിപ്പോൾ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആദ്യത്തെ പെൺകുട്ടിയുടെ അവസ്ഥ ഈ പെൺകുട്ടി തന്നെ കത്തിൽ വിശദീകരിക്കുന്നുണ്ട്. കാരണം തൻ്റെ ഐഡൻറ്റിറ്റി ഏതെങ്കിലും തരത്തിൽ പുറത്തു വന്നു കഴിഞ്ഞാൽ താൻ നേരിടാൻ പോകുന്ന ബുദ്ധിമുട്ട്, അതോടൊപ്പം തന്നെ തൻ്റെ കുടുംബാംഗങ്ങൾ ഇതുവഴി ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട്, അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ആലോചിക്കുമ്പോൾ ഭയമുണ്ട് എന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. മാത്രമല്ല ഔദ്യോഗികമായ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാത്ത